ഈശോയെ സ്നേഹം നിറഞ്ഞവരെ അമ്മമടിയിലേക്ക് എല്ലാവരെയും ഒരു കൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നമ്മളോട് ഇന്ന് പറയുകയാണ്, നീ ഞാൻ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന വഴികൾ ഒരു പക്ഷേ പ്രക്ഷബ്ധം നിറഞ്ഞതായ, ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു വീണാലും, ജനതകൾ ക്രോധാവിഷ്ടരായാലും, സഹോദരങ്ങൾ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലാണെങ്കിലും കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സങ്കീർത്തനം 46:10 നമ്മളോട് പറയുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മാത്രമല്ല, നമ്മൾ വസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ ഒഴുകുന്ന ഒരു അരുവിയാണ്. ആ അമ്മയുടെ അരുവിയിലൂടെ കിട്ടുന്ന ഫലദായകമായ പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടുള്ള വഴിയിൽ സമ്പുഷ്ടരാക്കുന്നത്, അല്ലെങ്കിൽ സമ്പന്നരാക്കുന്നത്. ആ ഫലത്തിൻ്റെ നിറവിലാണ് നമ്മൾ വളർന്നു പന്തലിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അപ്പം ആ അമ്മയുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഒരു പക്ഷേ അമ്മ ഇല്ലാതാകുമ്പോഴായിരിക്കും അമ്മയുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അമ്മ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നത്. ആ നദിയെ വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ, ആ നദിയുടെ ഫലമില്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ ഫലമില്ലാതാകുമ്പോൾ, ആ നദിയുടെ സമ്പുഷ്ടി ഇല്ലാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അനേകങ്ങളാണെന്ന് ദൈവം തമ്പുരാൻ നമ്മുടെ വചനങ്ങളിലൂടെ നമ്മൾ സംസാരിക്കാറുണ്ട്. സ്നേഹം നിറഞ്ഞവരെയും, ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു, അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഇളകിപ്പോകുന്നു. അതായത് നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രതിസന്ധികളിലും ദൈവം തമ്പുരാൻ ഒന്ന് നോക്കിയാൽ, ഒന്ന് ശബ്ദമുയർത്തിയാൽ, ഒന്ന് അനുകമ്പയോടെ കണ്ടാൽ, ആ പരിശുദ്ധ അമ്മയുടെ ആശീർവാദത്തിൽ, സ്നേഹത്തിൽ ഇവയെല്ലാം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികളും കരങ്ങളും കണ്ട് ആസ്വദിക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും വിളിക്കുക. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.